എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് മോദ എന്ന് പറയുന്ന മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഒന്ന് രണ്ട് തവണ നല്ലപോലെ അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ നമുക്ക് നല്ല തേങ്ങാപ്പാൽ കിട്ടും. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിന് ഉള്ള കുടംപുളി അത്രയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വാളംപുളി ഇടുന്നവരാണെങ്കിൽ വാളംപുളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കണം. ഞാൻ പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മീൻ വറുക്കാനായിട്ട് അതും മസാല പുരട്ടിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. ഈ മീൻ കറിക്ക് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള പാലില്ലേ, തേങ്ങാപ്പാൽ, അതൊന്ന് തിളച്ച് നല്ലപോലെ വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മോദ എന്ന് പറഞ്ഞ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നമുക്ക് നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ മീനിൽ പിടിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലോണം മുറുകി ഇരുന്നോളും മീൻ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനിയിപ്പോൾ തിളക്കട്ടെ. 2-3 തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കറി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡിയാണ്. ഞാനിത് താളിച്ചൊഴിച്ചത് ഉള്ളിയും ഉലുവയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് താളിച്ചൊഴിച്ചത് ആ ഒരു പോർഷൻ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ താളിച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മീൻ കറി ഇരിക്കണം. ഇരുന്നാലാണ് കേട്ടോ ടേസ്റ്റ്. എല്ലാവരും